ഹലോ. ഇനി കുറച്ച് നമുക്ക് അടുപ്പിച്ച് യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഒരു വീഡിയോ ഇട്ടാൽ പിന്നെ അടുത്ത വീഡിയോ ഇടുന്നത് 1 മാസം 2 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ നമുക്കൊരു കണ്ടിന്യൂറ്റി വേണമല്ലോ. അപ്പോൾ ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് ചെയ്തത്. രാവിലെ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമാധാനത്തിലിരുന്നൊന്ന് ചായ കുടിക്കണം. അതാണ് ഏറ്റവും ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യം. കാരണം എനിക്ക് ഹറിബറിയായിട്ടിരുന്ന് ചായ കുടിക്കുന്നത് ഇഷ്ടമല്ല. ഒരു നേരം ചായ കുടിക്കത്തുള്ളൂ, പക്ഷെ അത് നല്ല സമാധാനത്തിലിരിക്കണം. അപ്പോൾ ഇന്ന് രാവിലെ നീർദോശയായിരുന്നു. ഈസിയാണ് ഉണ്ടാക്കാൻ. തലേന്ന് നമ്മൾ പച്ചരി മാത്രം വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ മതി. രാവിലെ കുറച്ച് തേങ്ങയും ഒരു കരണ്ടി നമ്മുടെ ചോറുണ്ടല്ലോ അതോടെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് അപ്പോൾ തന്നെ നമുക്ക് ചൂടാം. നമുക്കതെടുത്ത് വെക്കുക, പുളിപ്പിക്കുക, അങ്ങനെയൊന്നും വേണ്ട. ഒരു വിധം എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ ഞാൻ ചില ദിവസം മടി തോന്നുന്ന ദിവസമൊക്കെ അധികം ഇത് തന്നെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഏട്ടനും പോയി, മക്കളും പോയി, എല്ലാവരും പോയി കഴിഞ്ഞ് ഒറ്റയ്ക്ക് ഇരുന്നിട്ടായിരിക്കും അധികം ചായ കൂടിയൊക്കെ. കുറച്ചധികമായിട്ട് ഞാനിങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും സ്കിപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ കഴിയുന്നതും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല, വേറെ എന്ത് കഴിച്ചിട്ടില്ലെങ്കിലും. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരെണ്ണമെങ്കിലും കഴിക്കും. അതൊക്കെ കഴിഞ്ഞ് പിന്നെ മെയിൻ പരിപാടി ഇതേ പാത്രം കഴുകലാണ്. പാത്രം കഴുകൽ കഴിയുന്നതും അപ്പോൾ ഉള്ളത് അപ്പോൾ തന്നെ കഴുകി തീർക്കും. എടുത്ത് വെച്ച് കഴിഞ്ഞ് ഒരുപാടാകുമ്പോൾ നമുക്ക് ആകെ ഒരു മാതിരിയാണ്. അപ്പോൾ ആ പരിപാടിയും തീർത്തു. ഇനിയിപ്പോൾ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. രാവിലെ ആകെ മൊത്തം ഒരു തിരക്കാണ് മക്കൾ പോകുന്ന നേരത്ത്. അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാം കൂടി ഒന്നും ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഇന്ന് മത്തിയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല വിലയാണ് മീനിനൊക്കെ, ട്രോളിങ് ആയതുകൊണ്ട് തന്നെ. 100 രൂപയ്ക്ക് 7 മത്തിയോ അങ്ങനെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നന്നായിട്ട് ഇണറുണ്ടായിരുന്നു. എനിക്ക് പൊരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇണറ് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ വേഗം കുറച്ച് കറി വെച്ചു. അപ്പോൾ അതിലൊന്നെടുത്ത് ലൂക്കയ്ക്കും വേവിച്ചു കൊടുത്തു. അവൻ കുറേ ആയി ഇപ്പോൾ മീൻ കൊടുത്തിട്ട്, അതുകൊണ്ട് തന്നെ കഴിക്കുന്നുണ്ട്. നമ്മൾ അടുപ്പിച്ച് 2 ദിവസമൊക്കെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൾക്ക് കഴിക്കാൻ തീരെ ഇഷ്ടമില്ല. ഇന്ന് പക്ഷെ കൊടുത്തപ്പോൾ കഴിച്ചു. പിന്നെ കുറച്ച് തുണി അലക്കാനുണ്ടായിരുന്നു, അത് വേഗം മെഷീനിലെടുത്തിട്ടു. ഈ മഴയൊക്കെ ആകുമ്പോൾ ഉണങ്ങി കിട്ടാൻ നല്ല പാടാണ്. അപ്പം നമ്മൾ കുറച്ച് പുറത്തിട്ടിങ്ങനെ ഉണക്കിയെടുത്തതിന് ശേഷം പിന്നെ റൂമിൽ അയലൊക്കെ കെട്ടി ഇരിക്കാറാണ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ഫോണൊക്കെ നോക്കി. അപ്പോഴേക്കും മക്കൾ വരേണ്ട നേരമായി. അവർ സ്കൂൾ ബസ്സിനാണ് വരിക. പക്ഷേ റോഡിൻ്റെ അവിടെ നിന്ന് കുറച്ച് നമ്മളെ വീട്ടിലേക്ക് നടന്ന് വരണം. ഈ ഒരുപാട് നായകളുള്ളതുകൊണ്ട് എനിക്ക് പേടിയാണ്. അപ്പോൾ ഞാൻ റോഡിൽ പോയി നിൽക്കും. അപ്പോൾ അവർ വീട്ടിലേക്ക് കയറിയ പാട് തന്നെ നല്ല പെയ്റ്റ് മഴയാണ് പെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല മഴയും കാറ്റും. എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇങ്ങനെ ഈ കാറ്റും മഴയൊക്കെ ഉള്ള സമയത്താണ് കുട്ടികൾ വരുന്നതെങ്കിൽ നമുക്ക് ആകെ ടെൻഷനാണ്. വേറെ ഒന്നുമല്ല, ഈ കുറേ മരങ്ങളും അങ്ങനെ ഓരോന്നൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു പേടി. അങ്ങനെ ഇരുന്നു. അപ്പോൾ ഈ പെട്ടെന്ന് ഈ കാറ്റൊക്കെ വന്നപ്പോഴേ ഓല വീണ സൗണ്ട് കേട്ടിട്ട് പേടിച്ചിട്ട് ഇതാ ലൂക്ക് ഒരു സൈഡിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം അവൻ്റെ കൂടെ ഇരുന്നു. ആൾക്കൊരു ഓല വീഴുന്നതോ തേങ്ങ വീഴുന്നതൊക്കെ സൗണ്ട് കേട്ടാൽ മതി, പിന്നെ ആൾ പേടിച്ച് ഒരു സൈഡിലിരിക്കും. അപ്പോൾ ആ ഇരുത്താണിത്. അങ്ങനെ കുറച്ച് നേരം സമാധാനിപ്പിച്ചു, അവൻ്റെ കൂടെ ഇരുന്നു. അപ്പോഴേക്കും മക്കൾക്ക് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. സാധാരണ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ചോറ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എന്തോ അവർക്ക് ചോറ് വേണ്ട, വേറെ എന്തെങ്കിലും മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സേമിയ ഉണ്ടല്ലോ, വേമസലി, അതുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ 2 പേരും പറഞ്ഞു ഉപ്പുമാവ് ഒന്നും വേണ്ട. അവർ പൊതുവേ ഉള്ള പരിപാടിയാണ്, എന്തെങ്കിലും ഒരു സാധനം കേൾക്കുമ്പോഴേക്കും വേണ്ടാന്ന് ആദ്യം അങ്ങ് പറയും. അപ്പം ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറയണ്ട, കഴിച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. അപ്പോഴും ഞാനത് ഉണ്ടാക്കുമ്പോഴും വേണ്ടാന്ന് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ അവരുടെ ലഞ്ച് ബോക്സ് ഞാൻ ക്ലീൻ ചെയ്ത് വെക്കും. അത് മറന്നുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 8ൻ്റെ പണിയാണ്. രാത്രിയൊക്കെ ആകുമ്പോഴേക്കും ഒരു മതിരി സ്മെല്ലടിക്കാൻ തുടങ്ങും. അപ്പോൾ അവർ ഇപ്പോൾ 5th ഈ വർഷം മുതലാണ് സ്കൂളിൽ നിന്ന് നൂൺ മീൽസ് കഴിച്ചു തുടങ്ങിയത്. അപ്പോൾ അതുവരെ അവർ കൊണ്ടുപോകുക തന്നെയായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാണ് കഴിക്കുക. പക്ഷേ നല്ല ഫുഡാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് നല്ല മെനു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഫുഡ്, പാല്, മുട്ട എല്ലാം ഉണ്ട്. അപ്പോൾ അവർ കഴിക്കാറുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല. എന്നാലും സൈഡ് ഡിഷ് എന്തെങ്കിലും ഞാനിപ്പോൾ കൊടുത്തു വിടാറുണ്ട് അതിൻ്റെ കൂടെ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ഫുഡൊക്കെയാണ്. അപ്പോൾ അവരുടെ ബോക്സും കാര്യങ്ങളൊക്കെ വേഗം കഴുകി വെച്ചു. ചില സമയത്ത് മറന്നു പോകും. അല്ലെങ്കിൽ ഞാൻ അധികം അവർ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യുന്ന കാര്യം ഇതാണ്, അത് കഴുകി വെച്ചിട്ടേ ബാക്കി പരിപാടി നോക്കാറുള്ളൂ. ഒന്നാമത് അവരവിടെ നിന്ന് ക്ലീൻ ചെയ്യാനുള്ള ടൈം കിട്ടില്ല, നല്ല തിരക്കായിരിക്കും. അപ്പോൾ ക്ലീൻ ചെയ്യാതെ അങ്ങനെ കൊണ്ടുവരുന്നതല്ലേ. അപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ ഭയങ്കരമായിട്ട് സ്മെല്ല് വരാൻ തുടങ്ങും.
അങ്ങനെ ഉപ്പുമാവൊക്കെ ആയപ്പോഴേക്കും ഞാൻ വേഗം ചായക്ക് വെച്ചു. മക്കൾക്ക് ഈ പാലൊഴിച്ച ചായ, പാൽപ്പൊടി ചായ അതൊന്നും വലിയ ഇഷ്ടമല്ല. അവർ കട്ടൻ്റെ ആൾക്കാരാണ്. അപ്പോൾ കുറച്ച് കട്ടൻ ചായയൊക്കെ വെച്ചു. അവരും ഈ പറഞ്ഞ പോലെ അധികം ചായ അത്ര ഇഷ്ടമുള്ള ആളുകളൊന്നുമല്ല. പക്ഷെ ചില സമയത്ത് ചോദിക്കും, അമ്മ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി തരുമോയെന്ന്. അങ്ങനെ എപ്പോഴും ചായ വലിയ ഇഷ്ടമുള്ള ആൾക്കാരല്ല. ഞാൻ അത്ര എൻ്റർടൈൻ ചെയ്യാറുമില്ല. ചായ ഇങ്ങനെ കുടിക്കുന്നത് അത്ര നല്ലതല്ലല്ലോ. നമ്മളോ പെട്ടു. എനിക്കൊക്കെ രാവിലെ എണീച്ചിട്ട് അന്നത്തെ ചായ രാവിലെ കുടിച്ചിട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം ഒരു തലവേദനയോ ആ ഒരു ദിവസം തന്നെ പോക്കായ പോലെ തോന്നും. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ 2 പേർക്കും ഓരോ പ്ലേറ്റിൽ എടുത്ത് കൊണ്ടുപോകണം. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ആദ്യം അയ്യോ ഇത് വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു ജസ്റ്റ് കഴിച്ച് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തത്. അപ്പോൾ കഴിച്ചപ്പോൾ 2 പേരും ഓക്കെ, കുഴപ്പമില്ല, 2 പേർക്കും ഇഷ്ടപ്പെട്ടു. എന്ത് കാര്യം കൊടുത്താലും ഇവരിങ്ങനെ തന്നെയാണ്. ആദ്യം വേണ്ടാന്ന് വലിയ ജാടയൊക്കെ ഇട്ടിരിക്കും, പിന്നെ കഴിച്ചോളും. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ നന്നായിട്ട് വിശന്നിരിക്കുന്ന സമയത്ത് എന്ത് കൊടുത്താലും നമ്മൾ കഴിച്ചു പോകും. അതിപ്പോൾ കുട്ടികളെന്നില്ല, ആരായാലും വിശന്നിട്ടുണ്ടെങ്കിൽ കഴിച്ചോളും. അങ്ങനെ അവരത് കഴിച്ചു. ഞാൻ കുറച്ച് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത് തികയാതെ വേണ്ടാന്ന് പറഞ്ഞ ആൾക്കാരെ എൻ്റെത് കൂടെ വന്ന് കുറച്ച് കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എക്സാമും കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ്. അതിൻ്റെ ഒരു പെട്ടെന്നാണ് ഇനിയിപ്പോൾ ഇതാ മൺഡേ എക്സാം ഉണ്ടെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ അവരും അതിൻ്റെ ഒരു ടെൻഷനിലാണ്. ഇപ്പം എന്താണെന്നറിയില്ല, ഒറ്റയ്ക്ക് തന്നെ പഠിക്കണം. നമ്മളിങ്ങനെ പിന്നാലെ പോയി പഠിക്കുക അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല, അവർ തന്നെ പഠിച്ചോളും. അപ്പോൾ ഈവനിങ് ആയപ്പോൾ ഞാൻ വേഗം അടിച്ചു വാരി വിളക്കൊക്കെ കത്തിച്ചു. അപ്പോൾ രാമായണ മാസം സമയമാണല്ലോ, കർക്കിടക മാസം നല്ലൊരു വൈബുള്ള ടൈമാണല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് വിളക്ക് കത്തിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭസ്മൊക്കെ തൊട്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ ദേവനെ കിട്ടി. ഇവൻ സാധാരണ രാവിലെ ഞാൻ തൊട്ട് കൊടുക്കാറ്, കാരണം ഈ ശീബോധിക്ക് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് വന്നിങ്ങനെ ഇരിക്കും. അപ്പോൾ അങ്ങനെ തൊട്ട് കൊടുക്കാറ്. ആളും ഈ ഒരു സമയത്ത് ആളും കുറച്ച് വൈബിലാണ് ഇരിക്കാറ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഒരു വൈകുന്നേരം ഈ സമയമാകുമ്പോഴാണ് ആൾ ഉള്ളിലേക്ക് വരിക. അല്ലെങ്കിൽ നമ്മുടെ ബാക്കിൽ ഇങ്ങനെ ഒരു ആറിടാനൊക്കെ ആയിട്ട് ഷീറ്റ് ഇട്ടിട്ടുണ്ട്. ആ ഒരു ഏരിയയിലാണ് ലോക്ക് ഉണ്ടാവുക. പക്ഷെ വൈകുന്നേരം ആയി കഴിഞ്ഞാലും രാവിലെയാണ് ആൾ ഉള്ളിലേക്കൊക്കെ വന്ന് ഇവിടെയൊക്കെ നടക്കുക. അല്ലെങ്കിൽ അവിടെ തന്നെ ഇരുന്ന് അവൻ്റെ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ നോക്കാറാണ് പതിവ്. പുറത്തേക്ക് നോക്കി കാക്കേനെയും അതൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും. അപ്പം പിള്ളേർ പഠിക്കാൻ വന്നപ്പോൾ ആളിങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ ആ സമയത്ത് രാത്രിത്തേക്കുള്ള ചപ്പാത്തി കുഴച്ച് വെക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ഇതൊക്കെ നേരത്തെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രാത്രി നമുക്ക് വലിയ പണി ഉണ്ടാവില്ല. അപ്പം ഞാൻ ആദ്യം ഇതൊക്കെ കുഴച്ച് വേഗം അവിടെ മൂടി വെച്ചു. എന്നാൽ പിന്നെ വലിയ പണിയില്ലല്ലോ. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് അലക്കാനിട്ടിട്ടുണ്ടായിരുന്നത് ഞാൻ രാത്രിയാണ് വിരിച്ചത്. കാരണം അവിടെ ഓൾറെഡി വിരിച്ചിട്ടുണ്ടായിരുന്നത് എടുക്കണമല്ലോ. അപ്പോൾ അത് എടുത്തതിന് ശേഷം അവിടെ വിരിച്ചു. പിന്നെ രാത്രി ലോക്കയ്ക്കുള്ള ഫുഡ് രാത്രിയാണ് അവൻ ഫുഡ് നന്നായിട്ട് കഴിക്കുക. അപ്പോൾ രാത്രി സമയത്തുള്ള അവൻ്റെ ഫുഡൊക്കെ നന്നായിട്ട് നിറച്ച് വെച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. നാളെ രാവിലത്തേക്കുള്ള കടലൊക്കെ വെള്ളത്തിലിട്ട് വെച്ചു. മേലൊക്കെ കഴുകി ഇനി ഉറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് വീണ്ടും കാണാം.